ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഗൂഢാലോചനയിൽ മുരാരി ബാബുവിന് നേരിട്ട് പങ്കുണ്ടെന്ന് SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിനും തെളിവുകൾ കണ്ടെത്തി കസ്റ്റഡി കാലാവധി കഴിഞ്ഞ മുരാരി ബാബുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഹരി, വെരി ഗുഡ് മോർണിംഗ്. ഹരി, നിർണായകമായ കണ്ടെത്തലുകളിലേക്ക് SIT എത്തിക്കഴിഞ്ഞോ? ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ദേവസ്വം ബോർഡിൽ കയറിയ മുരാരി ബാബുവാണ് ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് ഒടുവിലിപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ തസ്തികയിൽ വരെ എത്തിയത്. പ്രമോഷനൊക്കെ ഓക്കെ, പക്ഷേ സ്വത്ത് സമ്പാദനം സംശയം ജനിപ്പിക്കുന്നതാണ്. SITക്ക് ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ ഹരി? ഗുഡ് മോർണിംഗ് അരുൺ. തീർച്ചയായിട്ടും മുരാരി ബാബുവിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും SIT ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദുരൂഹത നിലനിൽക്കുന്നത് ഈ സ്വത്ത് സമ്പാദനത്തിൽ തന്നെയാണ്. ഈ ആസ്തി വകകൾ സംബന്ധിച്ച ചില രേഖകൾ കണ്ടെടുത്തിരുന്നു നേരത്തെ തന്നെ പരിശോധനയിൽ. ആ പരിശോധനയിൽ കണ്ടെടുത്ത രേഖകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ദുരൂഹതയുണ്ട്. ഇതിന്റെ സ്രോതസ്സൊക്കെ സംബന്ധിച്ച വലിയ സംശയങ്ങൾ SITക്ക് നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച അന്വേഷണം SIT തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അന്വേഷണം കൂടുതൽ ഭൂമി ഇടപാടുകളിലേക്ക്, സാമ്പത്തിക ഇടപാടുകളിലേക്കൊക്കെ തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളിലേക്കൊക്കെ തന്നെ വലിയ രീതിയിൽ അന്വേഷണം പോയിരുന്നു. അതിൽ ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും അതിന്റെ തെളിവുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നടക്കാനുള്ളത് മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. റാന്നി മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിലാണ് ഈ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ മുരാരി ബാബുവിനെ ഹാജരാക്കുക. ഇനി കൂടുതൽ കസ്റ്റഡി വാങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ പരമാവധി ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നുള്ള നിലപാടിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമത്തെ കേസിൽ കൂടി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ചയ്ക്ക് മുൻപ് ആ അറസ്റ്റ് രേഖപ്പെടുത്തും. അതായത് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കി ആ കേസിലും കൂടി കസ്റ്റഡി വാങ്ങുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ വേണ്ടത് ഇരുവരുടെയും മൊഴികൾ, അതായത് വെവ്വേറെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇരുവരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിൽ പറഞ്ഞിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ, ദേവസ്വം ബോർഡിന്റെ ഇതിനകത്തെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം പോവുകയും മറ്റുള്ളവരെ ചോദ്യം ചെയ്യുകയും. അന്വേഷണം എങ്ങനെ കൃത്യമായി അന്വേഷണം പോകുന്നു എന്നാണ്. താങ്ക് യു ഹരി.